ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ശക്തിദുർഗമായ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ബലഹീനതകളെ, നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന പ്രശ്നങ്ങളെ, പരിഹരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന സകല പ്രശ്നങ്ങളെയും ഈ രാത്രിയിൽ ദൈവത്തിന് നൽകുക. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. ഈ രാത്രിയിൽ കർത്താവിനോട് നിങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കുക. കർത്താവേ, നീ എൻ്റെ ശക്തിയാകണമേ. എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ എനിക്ക് ശക്തി നൽകി, വിജയം നൽകി അനുഗ്രഹിക്കണമേ. എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് ശക്തി നൽകി എന്നെ ഉയർത്തണമേ. എൻ്റെ ശക്തിദുർഗമായ കർത്താവായ ദൈവമേ, നിന്നിൽ എൻ്റെ ബലഹീനതയെ ഞാൻ സമർപ്പിക്കുന്നു, ഏറ്റുപറയുന്നു എന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം ഈ രാത്രിയിൽ ഇടപെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകർ മരുന്ന് കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ സാധിക്കാതെ വേദനിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ എല്ലാവർക്കും നല്ലൊരു ഉറക്കം കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് ഇടപെടും. കൂടുതൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന വിശ്വാസമാണ് പ്രധാനമായും ആവശ്യം. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരും. ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് ഉറങ്ങാൻ മുൻപ് സമാധാനത്തോടെ, സന്തോഷത്തോടെ നല്ലൊരു ഉറക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 59, 9, 10 വാക്യങ്ങൾ. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ ശക്തിയുമാണ്. അങ്ങേക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ശക്തിയറ്റവരായി മാറുമ്പോൾ, ഞങ്ങളുടെ ശക്തിയെ തകർക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഞങ്ങൾക്കെതിരെ ഉണ്ടാകുമ്പോൾ, ഞങ്ങൾ ഒന്നുമില്ലാതായി നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ നിന്റെ ശക്തിയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സഹായത്തിനായി നീട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകൾ യഥാർത്ഥ ആവശ്യങ്ങൾ വരുമ്പോൾ ആ കൈകൾ എല്ലാം പിൻവലിയുന്നു. എന്നാൽ നിന്റെ രക്ഷയുടെ കരങ്ങൾ ഞങ്ങളുടെ ഏത് ആവശ്യങ്ങളിലും ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കാൻ ഞങ്ങളുടെ നേരെ കൈനീട്ടി ഞങ്ങളെ വിളിക്കുന്നവനായ ദൈവമാണ് അങ്ങ്. അതിനാൽ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ വിളി സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്റെ ശക്തി പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ രാത്രിയിലെല്ലാം മറന്ന് സുഖമായൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നാളത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങളെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളിലും ഈ രാത്രിയിൽ കർത്താവ് ഇടപെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിലൂടെ ആരൊക്കെ ഞങ്ങളോട് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം നിയോഗങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നതിന് നീ ഇവരോട് കരുണ തോന്നണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ രാത്രിയിൽ സകല ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, പാപഭീതിയിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ആപത്തിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും,
അപ്രതീക്ഷിതമായ എല്ലാ സഹനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. വിദൂരത്തായിരിക്കുന്നവരെ പ്രത്യേകമായി കാത്ത് സംരക്ഷിക്കണമേ. കർത്താവെ എല്ലാം നഷ്ടപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ആരും സഹായത്തിനില്ലാത്തവരെ ഈ രാത്രിയിൽ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും നൽകി നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കർത്താവ് പ്രത്യേകം സംരക്ഷണം നൽകി അവരുടെ വാഹനങ്ങളെയും സംരക്ഷിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടി അത് രാവിലെ കർത്താവിൻ്റെ സ്നേഹം നുകരാൻ ഉണർന്നെഴുന്നേൽക്കാനായി കർത്താവ് കൃപ നൽകട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടിരിക്കും. വിശ്വാസം വർദ്ധിപ്പിക്കാനായി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.